എൽ.ഡി.എഫിന്റെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫിന്റെ സീറ്റ് നിർണയ ചർച്ച പൂർത്തിയായിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, ചർച്ചയ്ക്ക് ശേഷം പുറത്തുവന്ന ബിനോയ് വിശ്വം പ്രതികരിക്കുകയുണ്ടായി. നമ്മളത് കണ്ടതാണ്. സീറ്റ് നിർണയത്തിന്റെ ആദ്യഘട്ട ചർച്ചയാണ് നടന്നതെന്നും CPIയുടെ സീറ്റിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്? തീർച്ചയായും ഏതായാലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ, പ്രത്യേകിച്ചും ഉഭയകക്ഷി ചർച്ചകൾക്കാണ് ഇന്നിപ്പോൾ തുടക്കമായത്. AKG സെന്ററിൽ CPI ഉഭയകക്ഷി ചർച്ചയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ആദ്യഘട്ട ചർച്ച മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞത് എന്നതാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഏതായാലും സീറ്റ് CPIക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സീറ്റിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം കേരള കോൺഗ്രസ് എം സീറ്റിന് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള വിഷയം മാധ്യമങ്ങൾ ചോദിച്ചു. ഇതിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യം അത് തനിക്കറിയില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ചർച്ചകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ട ചർച്ച മാത്രമാണ് കഴിഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ ബിനോയ് വിശ്വവും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും 13-ാം തീയതി വരെയാണ് നിലവിൽ രാജ്യസഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമുള്ളത്. അതിന് മുന്നോടിയായി തന്നെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് LDF വ്യക്തമാക്കുന്നത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.